ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. മാലിന്യമുക്ത നവകേരളം ശുചീകരണ യജ്ഞ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നടന്നു. മാലിന്യമുക്ത നവകേരളം ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റിയുണ്ട്, കോർപ്പറേഷനുണ്ട്. മൊത്തം 1031 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, 800-ലധികം സ്ഥാപനങ്ങളാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഈ നേട്ടം കൈവരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നടത്തുമ്പോൾ ഏകദേശം നമ്മൾ അടുത്തെത്തി നിൽക്കുന്നു എന്നതാണ് സന്തോഷമുള്ളത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ചേലുള്ള കരയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിയുന്നത്. ചേലക്കര എന്ന് പറഞ്ഞാൽ ചോലക്കരയാണ് ലോപിച്ചാണ് ചേലക്കര ഉണ്ടായതെന്നുമല്ല, ചേലുള്ള കരയാണ് ചേലക്കര എന്നുമാണല്ലോ പറയുന്നത്. ഏതാണെന്ന് അറിയില്ല. ചോലക്കര അന്ന് നമ്മുടെ ചേലക്കരയ്ക്ക് ചുറ്റും ചോലകളായി ചുറ്റും. അപ്പോൾ ചോലക്കര അക്കര പോകാമെന്ന് പറഞ്ഞ് അവസാനം അത് ലോപിച്ചാണ് ചേലക്കരയായിരുന്നു. അല്ല, ചേലുള്ള കരയാണ് ചേലക്കര. നമുക്ക് ചേലുള്ള കര എന്ന് പറയില്ലേ, ചേലുള്ള കരയാണ്. അപ്പോൾ ആ ശീല എല്ലാ രംഗത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. ഓൺലൈനായിട്ട് യോഗങ്ങൾ ചേർന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച്. നമ്മളെല്ലാം തന്നെ ഇതിനിത്ര പ്രാധാന്യം നമ്മൾ മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ, കടകളാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളെല്ലാം, എല്ലാവരും, സ്കൂളുകളാണെങ്കിലും, അങ്ങനെ എല്ലാവരോടും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം മുഴുവനായിട്ടും നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഏകദേശം നമ്മളോടൊപ്പം നിൽക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കടകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും എല്ലാം തന്നെ വായനശാലകളാണ്, അങ്ങനെ എല്ലാ നമ്മുടെ ഹോസ്പിറ്റലുകൾ, അങ്ങനെ എല്ലാ വരെയും നമ്മൾ ഹരിത സ്ഥാപനങ്ങളായി മാറ്റുകയും അതിൽ നിന്ന് തന്നെ എല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർമായ ടീച്ചർ സെക്രട്ടറി P ജയലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, വാർഡ് മെമ്പർമാരും മറ്റ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. സ്ഥാനത്തിലേക്ക് നമ്മുടെ ആശുപത്രി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹരിത വായനശാല തോന്നൂരിന്റെ ഓട്ടോ തൊഴിലാളികൾ വന്നിട്ടുണ്ടെങ്കിൽ വരേണ്ടതാണ്. ഗീത ശോഭ. CCV ന്യൂസ് ചേലക്കര.